അത് കഴിഞ്ഞ ദിവസവും ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞല്ലോ, ഫെബ്രുവരി 28-ന് ഞങ്ങൾ ആദ്യഘട്ടം പൂർത്തിയാക്കി താക്കോൽദാന കർമ്മം നിർവഹിക്കും. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ 50 വീടുകളുടെ താക്കോൽദാനമാണ് ആദ്യഘട്ടത്തിൽ ഫെബ്രുവരി 28-ന് നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം മറ്റ് വിഭാഗത്തുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ തുടരുകയും ചെയ്യും. അതും കഴിയുന്നത്ര പെട്ടെന്ന് അവസാനിപ്പിക്കണം, പണി തീർക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. നിശ്ചിത സമയത്ത് തന്നെ പണി പൂർത്തിയാക്കി ഹതഭാഗ്യരായ മനുഷ്യർക്ക് തലചായ്ക്കാനുള്ളൊരിടം കഴിയുന്നത്ര നേരത്തെ ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് പാർട്ടി ഇപ്പോഴുള്ളത്. വയനാട് ജില്ലയിലെ മുസ്ലിം ലീഗ് ഒരു സീറ്റ് ആവശ്യപ്പെടുന്നു എന്നുള്ള തരത്തിലുള്ള അത് അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട UDF ചർച്ച നടക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? UDF സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല. ജനുവരി 15-ന് മുമ്പ് ചർച്ചകൾ ആരംഭിക്കണം എന്നായിരുന്നു UDF തീരുമാനിച്ചിരുന്നത്. അതിനിടയ്ക്ക് ഘടകകക്ഷികളൊക്കെ പ്രത്യേക തിരക്കുകളിലൊക്കെ പെട്ടതുകൊണ്ടും ആരംഭിച്ചിട്ടില്ല. അടുത്ത 1-2 ദിവസം കൊണ്ട് അത് ആരംഭിക്കും. UDF ചർച്ചയുടെ 1-ാം ഘട്ടമൊക്കെ കഴിഞ്ഞാൽ സീറ്റുകളെക്കുറിച്ചും പാർട്ടികളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചൊക്കെ പറയാൻ കഴിയും. ഇപ്പോൾ ചർച്ച ആരംഭിക്കാത്തടത്തോളം കാലം അതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അല്ല, ചോദിക്കാൻ 140 മണ്ഡലം ചോദിക്കാനും ഞങ്ങൾക്ക് താല്പര്യമുണ്ടല്ലോ. പക്ഷേ ഘടകകക്ഷികൾക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? ഈ കേരള കോൺഗ്രസ് മുന്നണിയിലേക്ക് വരുന്നതിന് ലീഗ് എങ്ങനെയാണ് കാണുന്നത്? അതിനൊരു മുൻകൈ എടുക്കേണ്ട സാഹചര്യം ഉണ്ടോ? അതോ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വന്ന സാഹചര്യത്തിൽ അതിൽ റിസൾട്ട് നോക്കുമ്പോൾ ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ? എന്താ ലീഗ് ചിന്തിക്കുന്നത്? ഇല്ല, നമ്മൾ റിസൾട്ട് എത്രത്തോളം വലുതാണോ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നല്ലല്ലോ പരിഗണിക്കുന്നത്. UDF ആശയങ്ങളുമായി യോജിക്കുന്ന എല്ലാ വിഭാഗം ആളുകളെയും സംഘടനകളെയും കൂട്ടിയോജിപ്പിച്ച് UDF അടിത്തറ വിശാലമാക്കണം എന്ന തീരുമാനം UDF എടുത്താണ്. എല്ലാ കക്ഷികളുടെയും ഒന്നിച്ചുള്ള അഭിപ്രായമാണ്, ഏതെങ്കിലും ഒരു പാർട്ടിയുടേതല്ല. UDF അഭിപ്രായമായതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടി മുൻകൈ എടുക്കേണ്ട പ്രശ്നം വരുന്നില്ല. UDF ഒരുമിച്ചാണ് ആലോചിക്കുന്നതും തീരുമാനിക്കുന്നതും മുൻകൈ എടുക്കുന്നതും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് മറ്റ് UDF പുറത്തുള്ള UDF സഹകരിക്കാൻ തയ്യാറുള്ള വിഭാഗങ്ങളുമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരള കോൺഗ്രസ് UDF വരുന്നത് ഗുണം ചെയ്യുമോ? അല്ല, UDF ആര് വന്നാലും അത് മെച്ചല്ലേ. UDF അടിത്തറയല്ലേ വിപുലീകരിക്കുന്നത്. ആളുകൾ കൂടുതലാകുന്നത് എല്ലാം കൊണ്ടും നല്ലതല്ലേ. പിന്നെ UDF ആശയങ്ങളുമായി യോജിക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസികളായ എല്ലാ വിഭാഗങ്ങളെയും UDF സ്വീകരിക്കും. കേരള കോൺഗ്രസ് LDF തുടരുന്നതിൽ ശരിക്കും അവർക്ക് ഗുണകരമാണോ? എങ്ങനെയാണ് UDF ഒരുപാട് വർഷക്കാർ അവരോടൊപ്പം നിന്നിട്ടുള്ള മുന്നണി നിന്നിട്ടുള്ള ഒരാളെന്ന രീതിയിൽ എങ്ങനെയാണ്? അല്ല, അത് തീരുമാനിക്കേണ്ട അവരല്ലേ, ഞങ്ങളല്ലല്ലോ പറയേണ്ടത്. അവർക്ക് അതിൽ നിന്നുകൊണ്ടുള്ള ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് അവർക്ക് അനുഭവയോഗ്യമായിട്ടുണ്ടല്ലോ. നമ്മളാരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഏതായിരുന്നാലും തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയും എന്നാണ് ഞങ്ങളെ വിശ്വാസം. ചില പാർട്ടികളെങ്കിലും UDF തന്നെ പറയുന്നുണ്ട് ആരെയും ക്ഷണിക്കേണ്ട ആവശ്യമില്ല, കൊണ്ടുവരേണ്ടയില്ല എന്നൊക്കെ. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. വിവിധ പാർട്ടികൾക്ക് വിവിധങ്ങളായ അഭിപ്രായങ്ങളായിരിക്കുമല്ലോ. അത് UDF ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തും. അതായിരിക്കും പിന്നെ UDF അഭിപ്രായം. ഈ വെച്ചുമാറൽ സീറ്റുകളുടെ വെച്ചുമാറൽ സാധ്യത എത്രത്തോളം ഉണ്ട് വയനാടിനെ സംബന്ധിച്ചവർ? വെച്ചുമാറൽ സാധ്യത ഞങ്ങൾ ഇത്തവണ UDF പ്രഥമ പരിഗണന പരമാവധി സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. UDF നിയമസഭയിലുള്ള പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക. അതിനനുസൃതമായ നയങ്ങൾ എല്ലാ പാർട്ടികളും കൂടി ആലോചിച്ച് തീരുമാനിക്കും. അതിൽ ചിലപ്പോൾ ചില പാർട്ടികൾ മത്സരിച്ച ചില മണ്ഡലങ്ങൾ കിട്ടും. സ്ഥിരമായി തോറ്റുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് മാറിക്കൊടുത്താൽ ചിലപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥിയോ മറ്റൊരു പാർട്ടിയോ മത്സരിച്ച് ജയിച്ചേക്കാം. ഇതൊന്നും ഞങ്ങളുടെ അഭിപ്രായമല്ല. UDF ചർച്ച ചെയ്ത് ഒരു സീറ്റ് വർധനവ് എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും അത് നോക്കിയിട്ടാണ് സീറ്റുകളും സ്ഥാനാർത്ഥികളും ഒക്കെ ഞങ്ങൾ നിശ്ചയിക്കുന്നു. ഈ മുണ്ടക്കൈ ചൂരൽമല വാർഡിൽ പരാജയപ്പെട്ട പാർട്ടി അതുമായി ബന്ധപ്പെട്ട് ചില നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വിവരമുണ്ട്. അത് വലിയ ചർച്ചയായിട്ടുണ്ട്. കാരണം അവിടുത്തെ വാർഡ് പ്രസിഡന്റിനെ സസ്പെൻഡ് ചെയ്തൊരു നടപടിയിലേക്ക് എത്തി എന്നുള്ള തരത്തിൽ വലിയ ചർച്ചകൾ ഉയർന്നു വരുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്താണ് അതിനകത്ത്? അല്ല, കേരളത്തിൽ ആകമാനം അഭൂതപൂർവമായൊരു വിജയമാണ് UDF മുസ്ലിം ലീഗിനുണ്ടായത്. UDF വിജയത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയൊരു വിജയം ഇതുവരെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ 865 സീറ്റാണ്
ലോക്കൽ ബോഡികളിൽ മുസ്ലിം ലീഗിന് വർദ്ധിച്ചത്. ഒരു കാലത്തും ലീഗിന് കടന്നു ചെല്ലാൻ പറ്റാത്ത തെക്കൻ ജില്ലകളിലെ പല മേഖലകളിലും മുസ്ലിം ലീഗിന് വലിയ വിജയമുണ്ടായി. ആ വലിയ വിജയത്തിനിടക്ക് ചെറിയ ഇതുപോലുള്ള പ്രാദേശികമായ കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പാർട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ ആരുടെ ഭാഗത്തു നിന്നാണ് കുഴപ്പമെങ്കിലും പാർട്ടി അതിനെക്കുറിച്ച് ഗൗരവമായി നിലപാടുകളെടുക്കും. ഈ ബാലന്റെ പ്രസ്താവനയെ കുറിച്ചുള്ള വിവാദം തുടരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഷാജി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ബേപ്പൂരിൽ റിയാസിനെ രക്ഷിക്കാൻ വേണ്ടി ഇതിൽ ഇസ്ലാമോഫോബിയ പരത്തുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, നമുക്കറിയാം മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പാരമ്പര്യവും പൈതൃകവും ഒക്കെ നമുക്കറിയാലോ. സഖാവ് AKജിയും കൃഷ്ണപിള്ളയും EMS ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു പാർട്ടിയാണ്. അതിന് വ്യക്തമായ രാഷ്ട്രീയ നയങ്ങളും ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ പാർട്ടിക്കിപ്പോൾ ഇതുപോലെ തരം താണ വർഗീയത പറയാതെ നിലനിൽപ്പില്ല എന്നുള്ളിടത്തേക്ക് അവരെത്തിച്ചു. ആ പാർട്ടി എത്തിയ അധപതനത്തിൻ്റെ അഗാധതയാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ മാറാടൊക്കെ പറയുന്നത് ബേപ്പൂരിൽ റിയാസൻ ചെയ്യിക്കാനാണെന്നാണ് പറയുന്നത്. അതിലെന്തെങ്കിലും അല്ല, കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ കാണുന്ന സൗഹാർദ്ദവും സമാധാനവും ഇല്ലാതായി ഒരു ഭീകരത സൃഷ്ടിച്ച് എങ്ങനെയെങ്കിലും അധികാരത്തിൽ തിരിച്ചെത്തണം. ഇവിടെ ജനാധിപത്യവും മതേതരത്വവും പറഞ്ഞ ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി കേരളത്തിൽ അധികാരത്തിലെത്തില്ല, ഇന്ത്യയിലെവിടെയും അധികാരത്തിലെത്തില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുക, ഭീകരത സൃഷ്ടിക്കുക, ജനങ്ങൾക്കിടയിൽ ഉള്ള പരസ്പര വിശ്വാസവും സൗഹാർദ്ദവും തകർക്കുക, അങ്ങനെ ഒരു അരാജകത്തിൻ്റെ സൃഷ്ടിയിലൂടെ കമ്മ്യൂണിസത്തെ കൊണ്ടുവരാൻ എന്ന മിഥ്യാധാരണയാണ് ഇത്തരം ശ്രമങ്ങൾക്ക് അവർ വശംവദരാകുന്നത്. PV അൻവറിനെ എത്രത്തോളം നിങ്ങൾ പരിഗണിക്കും? ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാൻ സന്നദ്ധനായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ എത്രത്തോളം നിങ്ങൾ അതിനകത്തൊരു നിലപാട്? അല്ല, അദ്ദേഹത്തെ UDFൻ്റെ അസോസിയേറ്റ് അംഗമായി ഞങ്ങൾ സ്വീകരിച്ച് കഴിഞ്ഞു. ഇനി അദ്ദേഹം മത്സരിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എവിടെയാ, എങ്ങനെയൊക്കെ എന്നുള്ളൊക്കെ കാര്യം UDF സ്ഥാനാർത്ഥികളെയും സീറ്റുകളെയും കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ പരിഗണിക്കും. ഈ മാസം തന്നെ ഒരു ധാരണ ഉണ്ടാക്കുമോ ഈ സീറ്റുകളുടെ കാര്യത്തിലും മറ്റും? ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസത്തിലൊക്കെ ഉണ്ട്.